ലോകത്ത് ഒരു ഗ്രന്ഥവും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഖുർആനിന്റെ തുടക്കം തന്നെ വളരെയധികം ശാസ്ത്രീയപരമായ അന്തരീക്ഷത്തിലൂടെയാണ് ഖുർആനിന്റെ തുടക്കം തന്നെ ഉണ്ടായത്. റസൂലുള്ളാഹിന്റെ കാലത്ത് എഴുതാനും വായിക്കാനും അറിയുന്ന നല്ല വീക്ഷണശാലികളായ വൈജ്ഞാനിക വൈഭവങ്ങളെ കൊണ്ട്, കലകളെ കൊണ്ട്, കലവറകളെ കൊണ്ട് എഴുത്തിലും വായനയിലും വലിയ സംഭാവനകൾ നൽകിയ ഒരു തലമുറകൾക്കിടയിലാണ് വിശ്വഗുരു പ്രവാചകൻ മുത്തുനബി തങ്ങൾ പിറവിയെടുത്തത്. ആ പ്രവാചകനാകട്ടെ ഉമ്മിയാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് 9ഓളം പ്രത്യേകതകൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ ശ്രദ്ധേയമായ ഒരു ആശയമാണ് റസൂലുള്ളാഹി തങ്ങൾ ഉമ്മിയാണ് എന്നുള്ളത്. റസൂൽ ചോദിച്ചു, ഈ നാട്ടിൽ ധാരാളം എഴുതാൻ അറിയുന്ന ആളുകളുണ്ട്, വായിക്കാൻ അറിയുന്ന ആളുകളുണ്ട്, അവർക്കിടയിൽ എന്നെ എന്തിനാണ് തെരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചപ്പോൾ സൂറത്തുൽ അറാഫിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഖുർആൻ അതിന് തന്നെ മുത്തുനബി തങ്ങളോട് പറയുന്ന ഒരു മറുപടി ഉണ്ട്. വമാ കുന്ത തത്ലൂ മിൻ ഖബ്ലിഹി വലാ തഹത്തുഹു ബിയമീനിക ഇദല്ല അർതാബൽ മുബ്തിലൂൻ. പ്രിയപ്പെട്ട പ്രവാചകരെ, അങ്ങേക്ക് നേരത്തെ എഴുതാൻ അറിയുമായിരുന്നെങ്കിൽ, പ്രിയപ്പെട്ട പ്രവാചകരെ, അങ്ങേക്ക് നേരത്തെ വായിക്കാൻ അറിയുമായിരുന്നെങ്കിൽ തങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥത്തെ ജനങ്ങൾ നിസാരവൽക്കരിക്കുമായിരുന്നു. തങ്ങൾ ഉണ്ടാക്കിയ ഗ്രന്ഥമാണെന്ന് പറയുമായിരുന്നു. തങ്ങൾ കടത്തിക്കൂട്ടി ഉണ്ടാക്കിയ തങ്ങളുടെ നിഗമനങ്ങളിൽ, തങ്ങളുടെ ചിന്താമണ്ഡലങ്ങളിൽ ഉദിച്ച ആശയങ്ങളാണ് ഖുർആൻ എന്ന് പറഞ്ഞ് ജനങ്ങൾ ഖുർആൻ തള്ളുമായിരുന്നു. അതുകൊണ്ടാണ് തങ്ങൾ ഉമ്മിയായ സ്തുതിയിൽ പ്രവാചകത്വം നൽകിയത്, അങ്ങേക്ക് ഖുർആൻ ഇറങ്ങിയത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു മറുപടി കൊടുക്കുകയാണ്. ലോകത്ത് ഒട്ടനവധി ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥത്തെ പരിശുദ്ധമായ ഖുർആനിനെ വെല്ലാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് വൈകുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദി ഫൗതു ബിസൂറത്തിൻ മിൻ മിസ്ലി വദൂ ശുഹദാകും മിൻ ദൂനില്ലാഹി ഇൻ കുന്തും സാദിഖീൻ. നിങ്ങളുടെ കൂട്ടത്തിൽ പഠിപ്പും വിദ്യയും വിദ്യാഭ്യാസവും ഉള്ളവരായ ആളുകളുണ്ടെങ്കിൽ ഖുർആൻ വെല്ലുവിളിക്കുകയാണ്. ഖുർആന് തുല്യമായ ഒരു ആശയം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഈ ചോദ്യം 1400 വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ച ചോദ്യമാണ്. അതിന് മറുപടി കണ്ടെത്താൻ ലോകത്ത് ഒരു സയൻസ് ജീവികർക്കോ ലോകത്ത് മറ്റു മതക്കാർക്കോ ഒരു ശക്തിക്കും സാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അന്നത്തെ നാട്ടുകാരായ ആളുകൾ ഖുർആനിന് തുല്യമായ ഒരു ആശയം കൊണ്ടുവരികയാണ്. അൽഫീലു മൽഫീൽ വമാ ദറാക മൽഫീൽ വലഹു ഹുർതുമുൻ തവീൽ. ആന എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. ആനക്ക് നീളമുള്ള തുമ്പിക്കൈയുണ്ട് എന്ന് പറഞ്ഞ് ആശയങ്ങൾ കൊണ്ടോ, കഥകളെ കൊണ്ടോ, ചരിത്രങ്ങളെ കൊണ്ടോ, ധർമ്മം കൊണ്ടോ, നീതി കൊണ്ടോ, ന്യായം കൊണ്ടോ ജനങ്ങൾക്കിടയിൽ ഒന്നും സമർത്ഥിക്കാൻ പറ്റാത്ത വളരെ മോശമായ നെഗറ്റീവായ ആശയമായിരുന്നു അത്. പക്ഷെ ഖുർആൻ സൂറത്തുൽ ഫീൽ എന്ന അധ്യായത്തിൽ ഒരു ചരിത്രം പറഞ്ഞു, സൂറത്തുൽ കൗസറിൽ ഒരു ചരിത്രം പറഞ്ഞു. ചരിത്ര താളുകൾ അങ്ങോളമായി പരിശോധിച്ചു നോക്കിയാൽ ഖുർആനിന്റെ അസാധാരണത്വവും അതിന്റെ ദിവ്യത്വ ശക്തിയും എത്രമാത്രമുണ്ടെന്ന് കാലിക പ്രസക്തിയോടുകൂടെ ലോകം ഇന്നും അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ, ചുട്ട മുതൽ ചുടല വരെ സർവമാന വിഷയങ്ങൾക്കും കൃത്യമായ പ്രതിരോധ കുത്തുവെപ്പാണ്. ഒരു ഭരണഘടനയിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നുവെങ്കിൽ കൃത്യമായ ഒരു ഭരണഘടനയാണ് ഖുർആൻ. ഒരാൾക്ക് നീതി നിഷേധിക്കപ്പെട്ടവരായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് നീതിയുടെ ശബ്ദമാണ് ഖുർആൻ. ഇവിടെ അക്രമവും അരാജകത്വവും നടന്നുകൊണ്ടിരിക്കുമ്പോ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും വിനയത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും ആശയങ്ങളെ കൊണ്ട് സമ്പന്നമായ ഒരേ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ പരിശുദ്ധമായ ഖുർആനാണ്. ആ ഖുർആൻ പഠിക്കൽ, അത് പഠിപ്പിക്കൽ, അത് ഉൾക്കൊള്ളൽ, അത് മനസ്സിലാക്കൽ വിശ്വാസികളായ നമ്മുടെ കടമയാണ്. ഖുർആൻ ഓതപ്പെടുന്നതായി നിങ്ങൾ കേട്ടാൽ, അത് മരിച്ച വീട്ടുന്നായാലും ശരി, അത് ഖബർസ്ഥാനിലായാലും ശരി, അത് ഏതെങ്കിലും ഒരു പരിസരത്ത് തോന്നുന്നതായാലും ശരി, ശ്രദ്ധയോടുകൂടി നിങ്ങൾ വീക്ഷിക്കണം, അത് കേൾക്കണം, അച്ചടക്കം പാലിക്കണം എന്ന് മാത്രമല്ല, ഖുർആൻ ഓതുന്ന ഇടങ്ങളിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് വലയം ചെയ്യുമെന്നുള്ളതാണ്. ലോകത്ത് സമാധാനവും സുഖവും സൗഖ്യവും സന്തോഷവും ലോകത്ത് സമ്മാനിക്കാൻ ഖുർആനിനല്ലാതെ മറ്റൊരാശയം കഴിഞ്ഞിട്ടില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ആ ഖുർആൻ നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കണം. എന്റെ പ്രിയപ്പെട്ട ശിഷ്യനും കൂടെയാണ് നഹിയാൻ എന്ന് പറയുന്ന ഈ കുട്ടി പഠിക്കുകയും നല്ലോണം ഖുർആൻ ഓതുന്ന വിഷയത്തിൽ കുറച്ച് ശ്രദ്ധ കണ്ടപ്പോ ഫൈസൽ ഖാനോട് ഞാൻ പറഞ്ഞു, ഈ കുട്ടിയെ ഒരുപക്ഷെ ഒരു ഖുർആൻ ഹിഫ്ദ് കോളേജിൽ പഠിപ്പിച്ചാൽ ഒരു വലിയൊരു നേട്ടമുണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഷൗക്കത്ത് സാഹിബും ഞാനുമായി സംസാരിക്കുകയും അങ്ങനെ അദ്ദേഹത്തെ പോത്താങ്കണ്ടത്തിലുള്ള സ്ഥാപനത്തിലേക്ക് പറഞ്ഞേക്കുകയാണ്.
അൽഹംദുലില്ലാഹ് ഇന്ന് ആ കുട്ടി ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് മാതൃകയാണ്. വലിയൊരു സന്തോഷമാണ്. ഖുർആൻ മനപ്പാഠമാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഒരു ഖുർആൻ മനപ്പാഠമാക്കിയ കുട്ടി ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ, ഒരു നാട്ടിലുണ്ടെങ്കിൽ, ഒരു ഗ്രാമത്തിലുണ്ടെങ്കിൽ, ഒരു പഞ്ചായത്തിലുണ്ടെങ്കിൽ, ഒരു പ്രദേശത്തുണ്ടെങ്കിൽ ആ കുട്ടിയെ കൊണ്ട് കിട്ടുന്ന നിഅമത്തുകൾ, നന്മകൾ അതിരുകളില്ലാത്തതാണ്. ഒരു കുടുംബത്തെ, ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ തന്നെ മാറ്റിമറിക്കാനും ആ ഖുർആനാകുന്ന ഹിഫ്ളുമാകുന്ന വെളിച്ചത്തിലൂടെ കഴിയുമെന്നുള്ളതാണ്. ഖുർആൻ മനപ്പാഠമാക്കിയ കുട്ടിക്ക് തന്റെ കുടുംബത്തിലുള്ളവരായ ആളുകളെ സ്വർഗത്തിലേക്ക് ഡയറക്റ്റായി കൊണ്ടുപോകാനുള്ള ശുപാർശക്ക് പോലും അള്ളാഹ് അധികാരം കൊടുത്തിട്ടുണ്ടെന്ന് ചില മഹാന്മാർ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കണം. ഖുർആനിന്റെ ആശയങ്ങൾ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് കവലകൾ തോറും ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്ന സയനിസ്റ്റുകൾക്കെതിരെ, നവീനവാദികൾക്കെതിരെ, പുത്തനാശയക്കാർക്കെതിരെ കൃത്യവും വ്യക്തമായി സമൂഹത്തിന് കൃത്യമായ ആശയം പറഞ്ഞു കൊടുക്കാനുള്ള ഗ്രന്ഥമാകുന്ന ഖുർആൻ അത് പഠിക്കലും പഠിപ്പിക്കലും നമ്മുടെ കടമയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഫൈസലിന്റെ കുടുംബം വലിയൊരു മാതൃകയാണ് നാട്ടുകാർക്ക്. ഇതുപോലെ ഓരോ മക്കളെയും നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് പോത്താങ്കണ്ടം ശംസുൽ ഉലമ ഈ ഹിഫ്ള് ഖുർആൻ കോളേജ് എന്ന് പറഞ്ഞാൽ വളരെയധികം മാതൃകാപരമായ ആശയങ്ങളും ചിട്ടയാർന്ന സംസ്കാരങ്ങളിലൂടെ കുട്ടികളെ തർബിയത്ത് ചെയ്തു കൊണ്ടുപോകുന്ന നല്ല പ്രഗത്ഭരായ ഉസ്താദന്മാരുടെ ശിക്ഷണത്തിലാണ് നമ്മുടെ മക്കൾ പഠിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്ഥാപനം എന്തുകൊണ്ടും മികവുറ്റതാണ്, എന്തുകൊണ്ടും സുദീർഘമായ സേവനങ്ങളെ കൊണ്ട് സമ്പന്നമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ സ്ഥാപനത്തിൽ നിന്ന് ആദ്യമായി പഠിച്ചറിഞ്ഞത് എന്റെ ശിഷ്യനായതുകൊണ്ട് തന്നെ എനിക്ക് അഭിമാനിക്കാൻ വകുപ്പുകളുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുത്തവരായ ആളുകൾക്ക് പ്രത്യേകമായി കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പരിപാടിയുടെ മഹത്തായ വിജയത്തിനു വേണ്ടി ഇവിടെ ഒത്തുചേർന്ന മുഴുവൻ ആളുകൾക്കും 1000 സന്തോഷങ്ങളും സ്വാഗതങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിയിൽ ഇവിടെ എത്തിച്ചേർന്നു ഫൈസൽ ഫൈസി ഉസ്താദ് അദ്ദേഹത്തിന് സ്വാഗതം ഓതുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഖത്തീബ് ഉസ്താദ് അൻവരി ഉസ്താദ്, അതുപോലെ അയ്യൂബ് ദാരിം പള്ളിപ്പ ഉസ്താദ്, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ശിഷ്യൻ ബഹുമാനപ്പെട്ട ഉസ്താദന്മാരുടെ ഒക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് വലിയൊരു സൗഭാഗ്യം ലഭിച്ച കുട്ടിയാണ് നഹിയാൻ. എല്ലാവിധ സന്തോഷങ്ങളും നേരുന്നു. അതുപോലെ തന്നെ ഈ മഹത്തായ പരിപാടി ഇങ്ങനെ സംവിധാനിച്ചു വെച്ച ഈ നാട്ടുകാർ, ഇവിടുത്തെ തറവാട്ടുകാർ, സുഹൃത്തുക്കൾ എല്ലാവർക്കും 1000 നന്ദിയും കടപ്പാടും സ്വാഗതവും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. വാ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.